തിരുവല്ലയിൽ മറ്റൊരു പാസ്റ്റർ ഒരു സ്നേഹ സദനം പോലെ നടത്തുകയും അവിടെ അതെ 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 അവിടെ ഒരു 22-കാരിക്ക് കൊടിയ പീഡനം ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. നമ്മളുടെ കൊല്ലം ബ്യൂറോയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മനോജ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോജ്, ആ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ ഈ വാർത്ത നൽകിയതിന് ശേഷം ഇത് വലിയ വിവാദമായിരുന്നു. തിരുവല്ല കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം. അപ്പോൾ 22-കാരിക്ക് കൊടിയ പീഡനമേറ്റു. അത് ആ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, മറ്റു പല പെൺകുട്ടികളെയും ഈ പാസ്റ്റർ ചൂഷണം ചെയ്തു എന്ന് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഈ കേസിൽ പോലീസ് അവിടെ ചില നടപടികൾ ആരംഭിച്ചിരുന്നു. അതായത് പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവിടെയും ഉന്നത സ്വാധീനം തന്നെയാണോ അറസ്റ്റ് വൈകാൻ കാരണമാകുന്നത്? മനോജ്, ഗൗതം, തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സത്യം മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ജീവകാരുണ്യ സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് ഡോക്ടർ CV വടവന. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് 22-കാരിക്ക്, അതായത് ജോലിക്കായി എത്തിയ 22-കാരിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായത്. നിരന്തരമായി ഈ കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. സംഭവത്തിൽ തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് പത്തനംതിട്ടയിലേക്ക് മാറ്റി. പക്ഷേ തിരുവല്ല പോലീസ് FIR ഇട്ടിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇയാൾ ഒരു ക്രൈസ്തവ സംബന്ധമായിട്ടുള്ള ബുക്കുകൾ എഴുതുന്ന ആളും അതോടൊപ്പം പ്രസിദ്ധമായിട്ടുള്ള ഒരു എഴുത്തുകാരനും അന്വേഷിച്ചു വരുമ്പോൾ, അതായത് ബ്രദർ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്രിസ്ത്യൻ വേദികളിലെ ചിലരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇദ്ദേഹം എവിടെയോ പുരോഹിതനായിരുന്നു. അതോടൊപ്പം അതിനുശേഷം ഈ ബ്രദറൻ വിശ്വാസത്തിൽ ഉറച്ചാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാസ്റ്ററാണോ ബ്രദറിനാണോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും CV വടവനയ്ക്കെതിരെ FIR ഇട്ടു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ അതിജീവിത തുറന്നു പറഞ്ഞു. അതേസമയം തന്നെ ഇയാൾ ഞങ്ങളുടെ കൂടെയുള്ള ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഇയാൾ ബ്രദറൻ വിശ്വാസത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നേരത്തെ പുരോഹിതനായിരുന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഡോക്ടർ CV വടവന പോലീസിൻ്റെ പിടിയിലായിട്ടില്ല. ഇതിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പോലീസ് അറിയിക്കുന്നു. അതേസമയം തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാര്യം പുറത്തു പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അതിജീവിത വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ നടത്തി വന്ന ഈ കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു വലിയൊരു സ്ഥാപനം, അതായത് അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നിടത്തേക്ക് ഒരു ജോലി അവസരം കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി എത്തുന്നു. ആ പെൺകുട്ടിക്ക് നേരെയാണ് നിരന്തരമായി, അതായത് ജോലിക്ക് പ്രവേശിച്ച ദിവസം തന്നെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും പിന്നീട് അങ്ങോട്ട് നിരന്തരമായി ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ആദ്യം ഈ തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ഇട്ടിരുന്നത്. പിന്നീട് തിരുവല്ല പോലീസിന് ഇത് കൈമാറുന്നു. തിരുവല്ല പോലീസ് FIR ഇട്ടിട്ടും ഇതുവരെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഈ അതിജീവിതയുടെ പരാതി. കാരണം എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിൽ വലിയ തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഉന്നത സ്വാധീനമുള്ള ആളാണ് പ്രതി എന്നുള്ളതാണ്. കാരണം പല മേഖലയിലും ഇയാൾക്ക് സ്വാധീനമുണ്ട്. പല സഭകളുമായും ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട്. നേരത്തെയും ഇയാൾക്കെതിരെ പല സംഭവങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും CV വടവന എന്ന പേരിൽ ഇത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിശ്വാസങ്ങളെ ഇത്തരത്തിൽ ബുക്കുകളിലൂടെയും അതോടൊപ്പം തന്നെ വാചകങ്ങളിലൂടെയും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ആളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഒരു യുവതിക്ക് ഉണ്ടാകുന്നത്. അത് പെൺകുട്ടിയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കുടുംബം പോറ്റാനായി ഒരു ജോലിക്ക് എത്തുന്നു. ആ ഉപജീവന മാർഗം കണ്ടുകൊണ്ട് അവിടേക്ക് എത്തുമ്പോൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും ഈ CV വടവനയ്ക്കെതിരെ ഉടനടി തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഉയരുന്ന ആവശ്യം. ആ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ നിസ്സഹായരാണ്. കാരണം ഇങ്ങനെ വലിയ സ്വാധീനമുള്ള ആളുകൾ, വിശ്വാസത്തിൻ്റെ പേരിൽ പലയിടങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളിൽ നിന്നാണ് ഈ ഭീഷണി നേരിട്ടിട്ടുള്ളത്. ലൈംഗികാതിക്രമവും അതിനു പുറമെ ഭീഷണിയും കൂടെ ആയപ്പോൾ മാനസികമായും ശാരീരികമായും ആ പെൺകുട്ടി തളർന്നു പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് അന്വേഷിക്കണമെന്നുള്ളത് തന്നെയാണ്
ഉയരുന്ന ആവശ്യം. കാരണം ഇത് ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. നോക്കൂ, മറ്റൊരു പാസ്റ്ററുടെ നേതൃത്വത്തിൽ അതിക്രമം നടക്കുന്നു. വടവന എന്ന ഈ പാസ്റ്റർ 22-കാരിയായ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരിക്കുകയാണ്. ജനം TV ഈ വളരെ സുപ്രധാനമായ വാർത്ത, ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നൽകിയതിനു ശേഷം തിരുവല്ല പോലീസ് കേസെടുത്തുവെങ്കിലും ഈ പാസ്റ്ററെയും തൊടാൻ ഈ നിമിഷം വരെ പോലീസ് സംവിധാനം തയ്യാറായിട്ടില്ല എന്നതാണ്. ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ബിനു വാഴമുട്ടവും പത്തനംതിട്ടയിലാണ്, വടവനയും പത്തനംതിട്ടയിലാണ്. അപ്പൊ പത്തനംതിട്ടയിൽ ഇത്തരം സംവിധാനങ്ങൾ വളരെ സജീവമായി പാസ്റ്റർമാരെ, ക്രിമിനൽ പാസ്റ്റർമാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായി എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു അജണ്ടയായിരിക്കാം, ഈ പോലീസിന്റെ ഒരു അജണ്ടയായിരിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ തലപ്പത്തു നിന്നുള്ള നിർദ്ദേശമായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സംശയം, ഇത്രത്തോളം പ്രമാദമായ വിഷയമെന്നിട്ട് പോലീസ് നേരിട്ട് നടപടി എടുക്കേണ്ടതല്ലേ? ഇതിനു മുൻപൊക്കെ നടപടി എടുത്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കേട്ടാൽ, കാള പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു സംവിധാനമാണ്. അവര് ഇത്രയും പ്രമാദമായ കേസുകൾ, ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നടപടി എടുക്കാതിരിക്കണമെങ്കിൽ ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് ഈ പാസ്റ്റർമാരെ സംരക്ഷിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. അവരാണ് ഇവിടെ പാസ്റ്ററുടെ പേരിൽ ഇത്രയും മോശപ്പെട്ട പരാതികളും ആരോപണങ്ങളും ഉയർന്നിട്ടും ഒരു നടപടിയും എടുക്കാത്തത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇക്കാര്യമൊക്കെ ചിന്തിക്കണം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിനെതിരെ പരാതി എടുക്കുന്ന ഇവിടുത്തെ പോലീസ് സംവിധാനം, അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ്. സ്വന്തം ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൂടി കേരള പോലീസ് ഒരു കേസെടുത്തു. നോക്കൂ, മറുഭാഗത്തെ പാസ്റ്ററിനെതിരെ ഉയർന്നത് അങ്ങനത്തെ വിഷയങ്ങളല്ല, പുറത്തു പറയാൻ കൊള്ളാത്ത കേസുകളാണ് പാസ്റ്ററുടെ പേരിൽ വരുന്നത്. പക്ഷേ അറസ്റ്റില്ല. ഒരു കാര്യം, ശബരിമലയിൽ നാമം ജപിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് പേർക്കെതിരെ കേസെടുത്ത പോലീസാണ്. അതെ, ആ കേസ് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. ആ പോലീസാണ് ഇത്രത്തോളം ക്രിമിനൽ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നേരത്തെ ആ ഒരു അതിജീവിത പറഞ്ഞു കേട്ടപ്പോൾ, ഞാൻ നേരത്തെ അവരുടെ ബൈറ്റ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർ ഈ ലൈവിൽ പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഒരു സ്ത്രീക്ക് വീട്ടിന്റെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അവരെ അവരുടെ വധഭീഷണി, അവർ ബന്ധുവീടുകളിൽ മാറി മാറി താമസിക്കുകയാണ്. അപ്പോൾ ആ വീടുകളിലെത്തി ഈ പാസ്റ്ററുടെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അതിനെതിരെ ഒരു ചെറുവിരലണക്കാൻ ഈ നിയമ സംവിധാനത്തിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ ലജ്ജിക്കണം നമ്മൾ.